വെൽക്കം ടു അനുദീപ് അക്കാഡമി. എൻ്റെ പേര് ദിവ്യ. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോർഷൻ PSCക്കും UPSCക്കും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊളിറ്റിയുടെ ഒരു പോർഷനാണ് കേസ് സ്റ്റഡീസ്. അതായത് പൊളിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസ് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിലെ മറ്റ് ആർട്ടിക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് സുപ്രീം കോർട്ടുകളിലും ഹൈക്കോർട്ടിലും വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസും അതിന്റെ ആസ്പെക്റ്റുകളും അതിന്റെ ഇമ്പാക്റ്റുകളുമാണ് നമ്മൾ ഈ സെഷനിലൂടെ ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യാൻ ആലോചിക്കുന്നത്. റീസെന്റ് ആയിട്ട് നടന്ന ഡിഗ്രി ലെവൽസ് എക്സാംസിലും LDC പോലുള്ള ചെറിയ ലെവലിൽ നടക്കുന്ന എക്സാംസിലും എല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൂടി വരുന്ന പൊളിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള പാർട്ടാണ് ഈ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസും എങ്ങനെയാണ് അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്ന ചേഞ്ചസ് ആൻഡ് ഇമ്പാക്ട്സ് എന്നുള്ളതും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യും. ഈ ഡിസിഷന്റെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് അനുദീപ് അക്കാഡമിയിലെ ടെലഗ്രാം ചാനലിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ നമ്മളിത് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസ് AK ഗോപാലൻ കേസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് 1915 വരുന്ന കേസാണിത്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള ആദ്യത്തെ കേസ് കൂടെയാണ് AK ഗോപാലൻ കേസ് എന്ന് പറയുന്നത്. മെയ് 1915 ഈ കേസ് വരുന്നത്. ആൻഡ് ഡയറക്റ്റ് സുപ്രീം കോർട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് കേസ് കൂടിയായിരുന്നു ഇത്. നമുക്ക് അതിന്റെ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ആരായിരുന്നു AK ഗോപാലൻ എന്നുള്ളത് തന്നെ നോക്കാം. AK ഗോപാലൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ലീഡർ ആയിരുന്നു. അദ്ദേഹത്തെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ലോയുടെ കീഴിൽ ട്രയൽ ഇല്ലാതെ ജയിൽ ചെയ്തതിനെ തുടർന്നാണ് ഈ കേസ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ കേസിന്റെ ആസ്പെക്ട്സ് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ പറഞ്ഞു ഈ കേസ് നടക്കുന്ന ഇയർ എന്ന് പറയുന്നത് 1950s ആണ്. 1950s ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു വളരെ നേസന്റ് ആയിട്ടുള്ള ഒരു പുതിയതായിട്ട് ജനിച്ച കുഞ്ഞിനെ പോലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ 1950 നമുക്ക് എല്ലാവർക്കും ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് നമുക്ക് കുറെ സെറ്റ് ഓഫ് റൈറ്റ്സ് ഉണ്ട്, കുറെ ഡ്യൂട്ടീസ് ഉണ്ട്, സ്റ്റേറ്റിന് കുറെ അതോറിറ്റീസ് ഉണ്ട്, കുറെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാവരും പഠിച്ചു വരുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും നമുക്ക് വളരെ ബേസിസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാമായിരുന്നു. അതായത് എന്തൊക്കെയാണ് നമ്മുടെ ലിബർട്ടീസ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ മുമ്പിലേക്ക് കൊണ്ടുപോയത്, എന്തൊക്കെയാണ് നമുക്ക് കിട്ടാവുന്ന മേജർ ആയിട്ടുള്ള ഫ്രീഡംസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അതോറിറ്റീസ് എന്നുള്ളതിനെ കുറിച്ച് എസ്പെഷ്യലി പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഒരു ഓവർവ്യൂ ഉണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു 1947 നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി, 1950s നമ്മളൊരു റിപ്പബ്ലിക് ആയിട്ട് മാറുന്നത്. ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ തന്നെ ഇന്ത്യ ഒരുപാട് ടേമോയിൽ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ പാർട്ടീഷന്റെ ഹൊറേഴ്സ് കണ്ടു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കണ്ടു, വളരെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പല മൂവ്മെന്റ്സും കണ്ടു. അപ്പൊ ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്യേണ്ടത് ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഒപ്പം തന്നെ ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് മാറി. അപ്പോൾ ഈ ഇന്റേണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെഹ്റു ഗവൺമെന്റിന്റെ കീഴിൽ ഒരു സെറ്റ് ഓഫ് ആക്ടുകൾ ഉണ്ടായിക്കൊണ്ടുവന്നു. ആ ആക്ടുകളെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ഓഫ് 1950. സോ വാട്ട് ഈസ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ? ഡിറ്റൻഷൻ അല്ലെങ്കിൽ ജയില് ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അലോ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. അപ്പൊ എന്താ ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ആദ്യം പറഞ്ഞു പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഡിറ്റൻഷൻ ഉണ്ട്. അതായത് ഒരാൾ കുറ്റം ചെയ്ത് കഴിഞ്ഞ് ആ കുറ്റത്തിനെ നമ്മൾ അക്നോളജ് ചെയ്ത് ജയിൽ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അതൊരു കുറ്റവാളിയെ മാത്രമാണ് നമ്മൾ പിടിച്ച് ജയിലിലാക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇയാൾ തെറ്റ് ചെയ്തേക്കാം എന്ന തോന്നലിൽ നിന്നുണ്ടാവുന്ന ഡിറ്റൻഷനെയാണ് നമ്മൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AK ഗോപാലിന്റെ ഡിറ്റൻഷൻ എന്ന് പറയുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആയിരുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് പറയാം, CID മൂസ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഹരിശ്രീ അശോകന്റെ ക്യാരക്ടറിനെ ഉത്സവത്തിന് മോഷണം ചെയ്യും എന്നുള്ള പേരിൽ നേരത്തെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും. അതിനെയാണ് നമ്മൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അയാൾ മോഷണം ചെയ്തിട്ടില്ല, പക്ഷെ സ്ഥിരം മോഷ്ടാവായതുകൊണ്ട് അയാൾ ഇപ്രാവശ്യവും മോഷ്ടിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി പോലീസ് അയാളെ പിടിച്ച് ജയിലിലാക്കുന്നതിനെയാണ് നമ്മൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതേ ആക്ടിന്റെ കീഴിലായിരുന്നു AK ഗോപാലിനെയും ജയിൽ ചെയ്തിരുന്നത്. ആൻഡ് AK ഗോപാലിനെ പോലുള്ള വളരെയധികം കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ലീഡേഴ്സ് പലരും ഇതിനെ കണ്ടിരുന്നത് ലിബർട്ടിയെ അല്ലെങ്കിൽ അവർ ഇത്രയും നാൾ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്ത ഫ്രീഡത്തിനെ കർട്ടയിൽ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ബ്രിട്ടീഷിനൊക്കെ ഇവിടെ നിന്ന് പുറത്താക്കി നമ്മുടേതായിട്ടുള്ള ഒരു രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന്
ഇത്രയൊക്കെ അച്ചീവ്മെന്റ്സ് നമ്മൾ നേടിയത് ഇതുപോലെ ചെയ്യാത്ത കുറ്റത്തിന് അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തേക്കാം എന്ന തോന്നലിന്റെ പേരിൽ ജയില് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഒരു തോട്ട് എ കെ ഗോപാലിന്റെ ഉള്ളിൽ വന്നു. ആൻഡ് എ കെ ഗോപാലൻ ഇതിനൊരു കേസായിട്ട് ഫയൽ ചെയ്യാനും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ലിബർട്ടിയെ റീഇൻസ്റ്റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കുന്ന കേസിനെയാണ് എ കെ ഗോപാലൻ കേസ് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസായിട്ട് കൂടിയാണ് ഈ കേസിനെ കാണുന്നത്. കാരണം ഇതിനകത്ത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഒരു സെക്ഷനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പാർലമെന്റിന് ഒരാളുടെ ഫ്രീഡത്തിന് അല്ലെങ്കിൽ രാജ്യത്ത് നമ്മൾ അലോ ചെയ്ത് കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള റൈറ്റ്സിനെ എടുത്തു കളയാനുള്ള അവകാശമുണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇനേലിയനബിൾ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സെറ്റ് ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ പാർലമെന്റിൽ ലോ പാസ്സാക്കിയത് കൊണ്ട് മാത്രം ഗവൺമെന്റിന് എടുത്തു കളയാൻ പറ്റുമോ എന്നുള്ളതെല്ലാമായിരുന്നു ഇതിലെ മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വന്നിട്ടുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളതും നോക്കാം. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 21, അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. നമ്മൾ ആർട്ടിക്കിൾ 21 വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു പോർഷനാണ്. ആൻഡ് അതിനകത്ത് ഒരു ചെറിയ വേർഡും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ആളിന്റെ അല്ലെങ്കിൽ ഒരു സിറ്റിസന്റെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിൽ കൂടി മാത്രമേ ഗവൺമെന്റിന് എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. അതായത് ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം, ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശം പ്രൊസീജിയേഴ്സ് വഴി മാത്രമേ ഗവൺമെന്റിന് ടേക്ക് അവേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ആർട്ടിക്കിൾ 21ന്റെ ആസ്പെക്ട് എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഒരു സിറ്റിസണിന് നൽകിയിരിക്കുന്ന കുറേ സെറ്റ് ഓഫ് ഫ്രീഡംസ് ആണ്. അയാൾക്കൊരു ജോലി ചെയ്യാൻ, റിസൈഡ് ചെയ്യാൻ, ഇന്ത്യക്ക് അകത്ത് മൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്, അയാൾക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു സെറ്റ് ഓഫ് റൈറ്റ് ആണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ദെൻ അടുത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇതിന്റെ മേജർ കോറായിട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 22, പ്രിവെന്റീവ് ഡിറ്റൻഷനും അതിന്റെ സേഫ് ഗാർഡ്സും എന്തൊക്കെയാണ്. ആൻഡ് ലാസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32. ഈ ആർട്ടിക്കിൾ 32ന്റെ ബേസിസിലാണ് ഈ കേസ് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്താണ് ആർട്ടിക്കിൾ 32 പറയുന്നത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതായത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം തന്നതിന് ശേഷം അതിൽ അവസാനം ആഡ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എല്ലാം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഡിപ്രൈവ്ഡ് ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എന്താ ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ, നോർമലി നമ്മളൊരു കേസ് വരുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഫയൽ ചെയ്ത് പോകുന്നത്? ലോവർ കോർട്സിൽ നിന്ന് ഫയൽ ചെയ്ത് അവിടെ നിന്ന് അപ്പീൽ ചെയ്ത് ഹൈക്കോടതിയിലോട്ട് പോയി, അവിടെ നിന്ന് അപ്പീൽ ചെയ്ത് സുപ്രീം കോർട്ടിലേക്ക് പോയി, അങ്ങനെ വളരെ ഒരു ലോങ് ഡ്രോൺ പ്രോസസ്സാണ്. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള റൈറ്റുകൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഈ അപ്പലേറ്റ് മെക്കാനിസത്തിൽ കൂടെയോ അല്ലെങ്കിൽ ഇത്രയും ഒരു ലോങ് ഡ്രോൺ പ്രോസസ്സിൽ കൂടെയോ പോവേണ്ട ആവശ്യമില്ല. അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്യാം എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു അതോറിറ്റിയുടെ ബേസിൽ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 32ന്റെ ബേസിലാണ് എ കെ ഗോപാലൻ ഈ കേസിനെ ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോർട്ടിലേക്ക് കൊണ്ടുപോകുന്നതും 1950s എ കെ ഗോപാലൻ കേസ് എന്ന് പറയുന്ന കേസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യുന്നത്. നോ എന്തൊക്കെയായിരുന്നു എ കെ ഗോപാലിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂസ്? ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പല ആർട്ടിക്കിൾസും ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21 ഇവരെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ് എന്നുള്ളതായിരുന്നു എ കെ ഗോപാലിന്റെ വ്യൂ. സോ വാട്ട് ഡസ് മീൻ ബൈ ദിസ് ഇന്റർലിങ്കേജിങ്? അതായത് ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാളിറ്റി, എല്ലാ ആൾക്കാരും ഒരേപോലെയുള്ളവരാണ് അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 19 കുറെ സെറ്റ് ഓഫ് റൈറ്റ്സ് വരുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. നമ്മൾ പറഞ്ഞു പല ടൈപ്പ് ഓഫ് ഫ്രീഡംസ് വരുന്നതാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്. അപ്പോ നമ്മൾ ഒരാളുടെ ഏതെങ്കിലും ഒരു റൈറ്റ് എടുത്തു മാറ്റുകയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എ കെ ഗോപാലന് പുറത്ത് നിൽക്കുന്ന ഒരാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കുറ്റം ചെയ്തിട്ടില്ല, പക്ഷേ എ കെ ഗോപാലിനെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോ എ കെ ഗോപാലിന്റെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടായിരുന്നു, ആ ഡിഗ്നിറ്റി അത് മാറ്റിക്കളയും. നമ്മളിപ്പോൾ ഒരാൾ ജയിൽ പുള്ളിയായി കഴിയുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് സാമൂഹികമായി ഉണ്ടാകുന്ന ഒരു ഇടിവുണ്ട്. അപ്പൊ അയാളുടെ റൈറ്റ് ടു ലൈഫ് ഡിഗ്നിറ്റി ഇല്ലാതായി കഴിഞ്ഞു. ദെൻ റൈറ്റ് ടു ഇക്വാളിറ്റി, കുറ്റം ചെയ്യാത്ത അയാൾ അകത്ത് കിടക്കുകയാണ്, കുറ്റം ചെയ്യാത്ത മറ്റൊരാൾ പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല വിസിബിളി, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കുറ്റം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരാൾക്ക് പുറത്ത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നു, മറ്റേ എനിക്ക് എന്റെ റൈറ്റ് ടു മൂവ്മെന്റ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 കർട്ടൈൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും കുറ്റം ചെയ്തിട്ടില്ല, പക്ഷെ എന്നെ ജയിലിനകത്ത് അയാളെ പുറത്ത് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നു. അപ്പൊ ഈ ആർട്ടിക്കിൾസ് എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ് എന്നുള്ളതായിരുന്നു ഇതിന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ്
അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 21 പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ കർട്ടൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയെ ഫോളോ ചെയ്യണം. സോ വാട്ട് ഈസ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ? പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലോയെ പാസ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറയുന്ന കൺവെൻഷൻസ് അനുസരിച്ചിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തായിരിക്കണം. അതായത് നമ്മളൊരു ബില്ല് പ്രസന്റ് ചെയ്ത് അത് പാർലമെന്റിന്റെ 2 ഹൗസും ഡിസ്കസ് ചെയ്ത് സ്ക്രൂട്ടനൈസ് ചെയ്ത് അവരെ രണ്ടുപേരും അത് പാസ്സാക്കി കഴിഞ്ഞു പ്രസിഡന്റിന്റെ കയ്യിലെത്തി. പ്രസിഡന്റ് അസെന്റ് ചെയ്യുമ്പോഴാണ് ഒരു ബില്ല് ആക്ട് ആയിട്ട് മാറുന്നത്. ഈ എല്ലാ പ്രോസസ്സിൽ കൂടെയും പോയി കഴിഞ്ഞിട്ടാണ് ഒരു ആക്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അത് പ്രൊസീജിയർലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് എന്നുള്ളത് പറയാം. അതിനെയാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അതായത് ഈ എല്ലാ മെക്കാനിസത്തിൽ കൂടെ പോയിട്ട് വന്നിരിക്കുന്ന ഒരു ആക്ട് ആണെന്നുണ്ടെങ്കിൽ ആ ആക്ടിന് ഒരാളുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയെ വേണമെങ്കിലും എടുത്തു മാറ്റാൻ എന്നുള്ളതായിരുന്നു ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹം കൊണ്ടുവരാൻ നോക്കിയ ഐഡിയ അല്ലെങ്കിൽ നമുക്കന്നൊരു ആ ഒരു ടൈമിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയാം. ആ ഐഡിയ എന്ന് പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ബേസ് ചെയ്തായിരിക്കരുത് നമ്മളൊരാളുടെ ആർട്ടിക്കിൾ 21 എടുത്തു മാറ്റേണ്ടത്. അത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ബേസ് ചെയ്തായിരിക്കണം എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ? ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഫോളോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡ്യൂ അല്ലെങ്കിൽ അതിന്റെ ആസ്പെക്റ്റുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അത് ജസ്റ്റ് ആണോ, ഫെയർ ആണോ, റീസണബിൾ ആണോ, ഹ്യൂമെയിൻ ആണോ എന്നുള്ള ആസ്പെക്റ്റുകൾ കൂടി ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ പറയുന്നത്. ഫോർ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു ആക്ട് പാസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത വർഷം തൊട്ട് സ്റ്റേറ്റ് സിവിൽ സർവീസ് എക്സാംസ് എഴുതുന്ന ആൾക്കാർക്കും സെൻട്രൽ സിവിൽ സർവീസ് എക്സാം എഴുതുന്ന ആൾക്കാർക്കും ഒരു കർട്ടൈലിംഗ് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയാണ്. സ്ത്രീകൾ അത് എഴുതാൻ പാടില്ല. 21 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ പുരുഷന്മാർക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്ത്രീകൾക്ക് ഇത് എഴുതാനുള്ള അതോറിറ്റി ഇല്ല. അത് അവരൊരു ബില്ലായിട്ട് പാർലമെന്റിൽ കൊണ്ടുവന്നു. പാർലമെന്റിലെ 2 ഹൗസും അത് പാസ്സാക്കി കഴിഞ്ഞു. പ്രസിഡന്റിന്റെ കയ്യിൽ പോയി. പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അസെന്റ് കിട്ടി. അതൊരു ആക്ട് ആയിട്ട് മാറി. അപ്പൊ എന്ത് പറ്റി? ഇൻ എഫക്ട് അടുത്ത വർഷം തൊട്ട് സ്ത്രീകൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. PSCസും UPSCസും ഒന്നും എഴുതാൻ പറ്റത്തില്ല. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ വെച്ച് നോക്കുമ്പോൾ ആ ലോ വാലിഡ് ആണ്. അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. അതിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുന്ന സമയത്ത് ഇതൊരു ഫെയർ ആയിട്ടുള്ള ലോ ആണ്. കാരണം നമ്മൾ റൈറ്റ് ടു ഇക്വാളിറ്റി കൊടുക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇനബിലിറ്റീസ് ഒന്നുമില്ല. അല്ലെങ്കിൽ അവരെ നമ്മൾ എടുത്ത് മാറ്റി നിർത്തേണ്ടി വേണ്ടിയിട്ടുള്ള വലിയ ഇഷ്യൂസോ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ അതൊരു ഫെയർ ആയിട്ടുള്ള ലോ അല്ല. ജസ്റ്റ് ആയിട്ടുള്ള ലോ ആണോ? അതായത് നമ്മളൊരു ഹ്യൂമെയിൻ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ റീസണബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റീസണബിൾ ആയിട്ടുള്ള ലോ ആണ്. അല്ല. അപ്പൊ ഈ കാര്യങ്ങളാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ വ്യൂ കൊണ്ടുവരുന്നത്. അപ്പൊ ഡ്യൂ പ്രോസസ് ഓഫ് ലോ വരുന്ന സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പ്രൊസീജിയേഴ്സ് വഴി എനാക്ട് ചെയ്തിരിക്കുന്ന ഒരു ലോ വയബിൾ ആണോ, അല്ലെങ്കിൽ അതൊരു നോർമൽ കണ്ടീഷൻസിലേക്ക് വരുന്ന സമയത്ത് അതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അങ്ങനെയുള്ള നോർമൽ ജസ്റ്റ് ആൻഡ് ഫെയർ കണ്ടീഷൻസ്, ഹ്യൂമെയിൻ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് മേജർ ആയിട്ട് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത്. ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോയെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു AK ഗോപാലൻ കേസിന്റെ മേജർ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് ഒരു അൺഫെയർ ആയിട്ടുള്ള അൺജസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതായിരുന്നു AK ഗോപാലൻ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ഗവൺമെന്റിന്റെ വ്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു ലോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡിറ്റൻഷൻ വാലിഡേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റൻഷൻ കൊടുക്കാം. ദെൻ പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. വെൻ നാഷണൽ സെക്യൂരിറ്റി കംസ് ഇൻ ടു പിക്ചർ പേഴ്സണൽ ലിബർട്ടിക്ക് വലിയ റോൾ ഇല്ല. അല്ലെങ്കിൽ ആൾക്കാരുടെ സിറ്റിസൺസിന്റെ ഇൻഡിവിജ്വൽ റൈറ്റിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് നേഷന്റെ സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആണ്. ദെൻ ആർട്ടിക്കിൾസ് ഇന്റർലിങ്ക്ഡ് അല്ല. എസ്പെഷ്യലി ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഓരോ കമ്പാർട്ട്മെന്റ്സ് പോലെയാണ്, ഓരോ മുറികൾ പോലെയാണ്. നമ്മൾ അതിനെ ഇന്റർലിങ്ക് ചെയ്ത് കാണേണ്ട കാര്യമില്ല. വാട്ട് പെറ്റീഷൻ സെഡ് അല്ലെങ്കിൽ AK ഗോപാലൻ സെഡ് എന്താണ്? അതൊരു വല പോലെയാണ്. നമ്മൾ വല പല പല കമ്പാർട്ട്മെന്റ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഒരു വലയുടെ നമ്മൾ ഒരു അറ്റം കീറിയെന്ത് പറ്റും? അത് മൊത്തത്തിൽ പൊട്ടിപ്പോകും. അതുപോലെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് AK ഗോപാലൻ പറഞ്ഞത്. പക്ഷെ ഗവൺമെന്റ് പറയുന്നത് എന്താണ്? അതൊരു കമ്പാർട്ട്മെന്റ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു മുറി പോലെയാണ്. അപ്പൊ ഒരു മുറിക്കകത്ത് കിടക്കുന്ന കാര്യം ആ മുറിക്കകത്ത് മാത്രം കൺഫൈൻ ചെയ്തിരിക്കുന്നു. അതിന് മറ്റൊരാളിലേക്ക് ഒരു സ്പിൽ ഓവർ എഫക്റ്റ് ഇല്ല, അല്ലെങ്കിൽ മറ്റൊരാളെ എഫക്ട് ചെയ്യില്ല എന്നുള്ളതായിരുന്നു ഗവൺമെന്റിന്റെ വ്യൂ. ഇനി സുപ്രീം കോടതിന്റെ വ്യൂ എന്താണ്? നമ്മൾ 2 സൈഡും കേട്ടു. ഗവൺമെന്റ് വ്യൂവും കേട്ടു, പെറ്റീഷണറുടെ വ്യൂവും കേട്ടു. ഇനി സുപ്രീം കോടതി അതിന് വേർഡിക്റ്റ് കൊണ്ടുവരണം. അപ്പൊ സുപ്രീം കോടതിയിൽ ഒരു 7 മെമ്പർ ജഡ്ജിന്റെ ജഡ്ജിങ് പാനലായിരുന്നു ഇതിന്റെ വേർഡിക്റ്റ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ആൻഡ് അവരത് ഡിസ്കസ് ചെയ്ത് ലാസ്റ്റ് ഒരു വേർഡിക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അത് 6:1 എന്നുള്ള രീതിയിൽ ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു. അതായത് 7 ജഡ്ജേഴ്സ് ഉള്ളതിൽ 6 പേരും അതിനെ ഓക്കെ ആണെന്ന് പറയുകയും
ഒരാൾ മാത്രം അതിന് ഡിസെൻഡിങ് നോട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 6 പേര് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് മേജർ ജഡ്ജ്മെന്റ് ആയിട്ട് വന്നു. അതിൽ വന്നിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് അപ്ഹെൽഡ് ചെയ്യുക. നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കുറ്റം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജയില് ചെയ്യാനും അവരെ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ കൊണ്ടുപോകാനും പറ്റും. ദെൻ ലിബർട്ടി എന്ന് പറയുന്നതിന് വളരെ നാരോ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ് അവർ കൊടുത്തത്. സോ എന്തൊക്കെയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നത്? കമ്പാർട്ട്മെന്റലൈസേഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഓരോ ഫണ്ടമെന്റൽ റൈറ്റ്സും ഓരോ കമ്പാർട്ട്മെന്റ്സ് ആണ്. ഗവൺമെന്റിന്റെ അതേ വ്യൂ. ദെൻ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ മാത്രമേ നമുക്ക് ഇപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ആക്ട് പാർലമെന്റ് അതിന്റെ നോർമൽ പ്രൊസീജിയേഴ്സിൽ കൂടി പാസ്സാക്കി കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള ലോ ആണ്. അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയോ ലിബർട്ടിയോ കർട്ടൈൽ ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടായിരിക്കും സുപ്രീം കോടതി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരിക്കുക? നമ്മൾ പറഞ്ഞു 1950s ആണ് ടൈം പീരീഡ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ന്യൂ ഡോക്യുമെന്റ് ആണ്. സുപ്രീം കോടതിക്കും അതൊരു ബ്രാൻഡ് ന്യൂ ഡോക്യുമെന്റ് ആണ്. അപ്പൊ അവർ അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതിന്റെ ഇന്റർ കണക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വരുന്നൊരു ഇഷ്യൂ ആണ്, പാർലമെന്റ് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി വഴിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ന്യൂ ഡോക്യുമെന്റ് ആണിത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അതിന്റെ കോർ ഫിലോസഫീസിനെ കൗണ്ടർ ചെയ്യാനും ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഡെലിബറേഷൻസും ഡിബേറ്റ്സും ഒക്കെ കഴിഞ്ഞ ശേഷം കൊണ്ടുവന്നിരിക്കുന്ന ഒരു വളരെ വലിയ ഡോക്യുമെന്റിനെ നമ്മൾ ആദ്യം തന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് നമ്മുടെ നേഷന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ വളരെയധികം ഇമ്പാക്ട് ചെയ്യും. അതുപോലെ പാർലമെന്റിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫേസ് ഹാൻഡിൽ ചെയ്യാനുണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക, ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷുർ ചെയ്യുക, ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂസ് മാനേജ് ചെയ്യുക, എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക. അപ്പൊ ഇതിനായിട്ട് പാർലമെന്റിന് പല റാഡിക്കൽ ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള മെഷേഴ്സ് കൊണ്ടുവരുന്ന സമയത്ത് സുപ്രീം കോടതി ഒരു കോൺസ്റ്റന്റ് പോയിന്റ് ഓഫ് ക്രിറ്റിസിസം ആയി മാറിക്കഴിഞ്ഞാൽ അത് ജുഡീഷ്യറിയുടെ ഓവർ റീച്ചിങ് ആയിട്ട് പലതും കൺസിഡർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസവും തുടങ്ങുന്ന ഒരു ഫേസേ അല്ല 1950s എന്ന് പറയുന്നത്. നമ്മൾ പിന്നീടാണ് ജുഡീഷ്യറി കുറച്ചും കൂടെ ആക്റ്റീവായി തുടങ്ങാനും ക്രിറ്റിസിസംസ് കൊണ്ടുവരാനും ഒക്കെ തുടങ്ങുന്നത്. ആൻഡ് ഇതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഗവൺമെന്റ് സ്റ്റാൻഡിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും ഗവൺമെന്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു. ആൻഡ് നമ്മൾ പറഞ്ഞു 6:1 ആയിരുന്നു ഇതിലെ മേജർ ആയിട്ടുള്ള വേർഡിക്റ്റ് എന്ന് പറയുന്നത്. അതിന് 1 ഡിസെന്റിംഗ് വോയിസ് ഉണ്ടായിരുന്നു. ഇത് ഒരാൾ മാത്രം, ഒരു ജഡ്ജി മാത്രം ഇതിൽ ഡിസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ജഡ്ജിന്റെ പേരാണ് ഫസൽ അലി. ആൻഡ് ഫസൽ അലി ഡിസെന്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പെറ്റീഷണറുടെ വ്യൂവിലുള്ള മേജർ ആയിട്ടുള്ള പോയിന്റ്സിനെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇവല്യൂഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറേയധികം പോയിന്റ്സിനെ അദ്ദേഹം ഫുഡ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വ്യൂസ് ആണ് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. എന്താണ് ലിവിംഗ് ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അതിന്റെ നേച്ചർ അനുസരിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളൊരു ഡിമാൻഡ് അനുസരിച്ച് ഇവോൾവ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ മനുഷ്യന്റെ ഇവല്യൂഷൻ ഒക്കെ പറയുന്നത് പോലെ കോൺസ്റ്റിറ്റ്യൂഷനും അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഇവോൾവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഇവോൾവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓരോ സമയത്തെയും ചേഞ്ചസിനനുസരിച്ച് മാറാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ ലിവിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആയിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇൻവിസേജ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് ഡിമാൻഡ്സ് വരികയാണ് അല്ലെങ്കിൽ പുതിയ നീഡുകൾ റേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അഡാപ്റ്റ് ആവാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു അഡാപ്റ്റേഷൻ കൊണ്ടുവരുന്ന ഒരു മേജർ ജഡ്ജ്മെന്റ് ആയിരുന്നു ഫസൽ അലിയുടെ ഡിസെന്റിംഗ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ കമ്പാർട്ട്മെന്റ് അല്ല, ഒരു റൈറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളുടെ ഒരു റൈറ്റ് നമ്മൾ കർട്ടൈൽ ചെയ്യുന്ന സമയത്ത് അയാളുടെ അതിലുള്ള പല റൈറ്റുകളും എസ്പെഷ്യലി ആർട്ടിക്കിൾ 21 നമ്മൾ എടുത്തു മാറ്റുന്ന സമയത്ത് അയാളുടെ ആർട്ടിക്കിൾ 19 ലോസ് ആവും, ആർട്ടിക്കിൾ 14 ലോസ് ആവും. അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു പേഴ്സണൽ ലിബർട്ടി മാത്രമല്ല, അയാൾക്ക് ഒരു ഇക്വാളിറ്റി ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, അയാൾക്ക് ഒരു ഡിഗ്നിഫൈഡ് ലൈഫ് ഉണ്ട്. അങ്ങനെയുള്ള പല ആർട്ടിക്കിൾസും ടേക്ക് അവേ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവർ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൈറ്റ്സ് ആണ്. ദെൻ ലിബർട്ടി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഗവൺമെന്റിന്റെ വർക്ക്സിന് വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ ലിബർട്ടി, സിറ്റിസൺസിന്റെ റൈറ്റിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്ന സാധനം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇവൻച്വലി ഇപ്പൊ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും ഇനിയുള്ള കേസിലെങ്കിലും നമ്മൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പാർലമെന്റിന് എന്തെങ്കിലും ഒരു മിയർ ആക്ട് വഴി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എടുത്തു കളയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോർ ഫിലോസഫീസിനെ തന്നെയാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുകയും വാട്ടർ ഡൗൺ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതായിരുന്നു ഫസൽ അലിയുടെ ഡിസെന്റിംഗ് വോയിസ് എന്ന് പറയുന്നത്. സോ എ കെ ഗോപാലന്റെ കേസ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഇഷ്യൂസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റൈറ്റ്സ് എടുക്കും മാറ്റുന്നത്, പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഇട്ടിരിക്കുന്നത്, ഇക്വാളിറ്റി പോകുന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മേജർ ആയിട്ടുള്ള ഇഷ്യൂ. അപ്പൊ ഇതൊന്നും അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയില്ല. പകരം അദ്ദേഹത്തിന് കിട്ടിയ എന്തൊക്കെയാണ്, ഈ ആക്ടുകളെല്ലാം പാസ് ചെയ്യാനുള്ള അതോറിറ്റി ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റിന് വളരെ വലിയ റോള് ഗവേണൻസിലുണ്ട്. ജുഡീഷ്യറിക്ക് വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റോളേ ഉള്ളൂ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ വഴിയാണ് നമ്മൾ ആക്ടുകൾ കൊണ്ടുവരുന്നത്. അതുവഴിയാണ് നമ്മൾക്ക് വാലിഡേഷൻ കൊടുക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് പിടിക്കുന്ന ആക്ടുകളാണ്.
പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോക്ക് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതെല്ലാമായിരുന്നു ഇതിന്റെ കീ ആയിട്ടുള്ള വേർഡിക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും? അപ്പോൾ ഗവൺമെന്റിന്റെ ഗവേണൻസ് അല്ലെങ്കിൽ അവരുടെ പവറിനെ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തു, അവർ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് മാറി. അറ്റ് ദ സെയിം ടൈം സിറ്റിസൺസിന്റെ ലിബർട്ടി അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്തായി? വളരെ ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു. പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറി. ഇനി എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഈ കാര്യം അല്ലെങ്കിൽ ഫസൽ അലിയുടെ ഡിസെൻഡിങ് വോയിസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ് ബിയറർ ആയിരുന്നു, ഒരു ലൈറ്റ് ബിയറർ ആയിരുന്നു. അപ്പോൾ പല ജഡ്ജസിനും റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരാൾ ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളുടെ വ്യൂ പോയിന്റിലൂടെ കൺസിഡർ ചെയ്യാൻ വില്ലിങ് ആവുമല്ലോ. ആ കൺസിഡറേഷന്റെ അല്ലെങ്കിൽ ആ വില്ലിങ്നെസിന്റെ ഭാഗമായിട്ട് പിന്നീട് വന്ന പല കേസിലും സുപ്രീം കോടതി എന്റെ വ്യൂ പോയിന്റ്സിനെ മാറ്റാൻ തുടങ്ങി. അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റ് വളരെയധികം പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടുകൾ പാസ് ചെയ്യാൻ തുടങ്ങി. പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടിന്റെ ഇപ്പോഴുള്ള മേജർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ യു എ പി എ ചുമത്തി നമ്മൾ ആൾക്കാരെ അകത്തിട്ടു എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? ട്രയൽ ഇല്ലാതെ അകത്ത് കിടത്തുക എന്നുള്ള രീതിയാണ് UAPA എന്ന് പറയുന്നത്. അത് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ആക്ട് ആണ്. ദെൻ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ആണ് മിസ, മെയിന്റനൻസ് ഓഫ് ഇന്റർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. ഇത് എമർജൻസി പീരീഡിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു ആക്ട് ആണ്. ഈ ആക്ടിന്റെ കീഴിലാണ് അന്ന് ഇഷ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്ന പല ലീഡേഴ്സിനെയും അതുപോലെ തന്നെ അന്ന് മൂവ്മെന്റ്സ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പല മേജർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആൾക്കാരെയൊക്കെ ഇന്ദിരാഗാന്ധി ജയിലിൽ ചെയ്തിരുന്നത്. ഈ ടൈമിൽ ജയിലിൽ കിടന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സൺ ആണ് ലല്ലു പ്രസാദ് യാദവ്. അദ്ദേഹത്തിന് ആ ടൈമിൽ ജനിച്ച മകളാണ് മിസ ഭാരതി, പിന്നീട് ഒരു MP ആയിട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. സോ മിസ ആക്ടിന്റെ കീഴിൽ ലല്ലു പ്രസാദ് യാദവ് ജയിലിൽ കിടന്ന സമയത്ത് ജനിച്ച മകളായതുകൊണ്ട് ആ ഇവന്റിനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് മിസ ഭാരതി എന്ന് പേര് നൽകിയത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന മേജർ ആയിട്ടുള്ള കുറച്ച് ആക്ടുകളായിരിക്കും കോഫി പോസ, പോട്ട. നമ്മൾ ഈ കറൻസി ട്രാഫിക്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളിവിടെ സ്വർണ്ണക്കടത്ത് കേസൊക്കെ വന്ന സമയത്തൊക്കെ ഈ കോഫി പോസയുടെ ഒക്കെ ആക്ടുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദെൻ പിന്നീട് വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടുകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രോഡ് ഡൗൺ ചെയ്തിട്ടുള്ള മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ്? RC കൂപ്പർ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അത് ഒരു ലൈഫ് ഇൻഷുറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കേസാണ്. നമുക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസല്ല. പക്ഷെ ആ കേസിന്റെ സമയത്ത് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നൊരു തോട്ട് പ്രോസസ് സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് മനേക ഗാന്ധി കേസാണ്. മനേക ഗാന്ധി കേസ് എന്ന് പറയുന്നത് 1978 കേസിലാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോക്ക് പകരം ഡ്യൂ പ്രോസസ് ഓഫ് ലോ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളത് സുപ്രീം കോർട്ട് കൊണ്ടുവന്നത്. സോ AK ഗോപാലൻ കേസിന്റെ വ്യൂവിനെ കംപ്ലീറ്റ് ആയിട്ട് ഓൾട്ടർ ചെയ്യുന്നതായിരുന്നു മനേക ഗാന്ധി കേസ് എന്ന് പറയുന്നത്. ആ കേസ് തൊട്ടാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിട്ട് മാറുന്നതും അതിന്റെ കീഴിൽ നമുക്ക് കുറേയധികം റൈറ്റ്സ് എനേബിൾ ചെയ്ത് കിട്ടുന്നതും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ടു സ്ലീപ്പ്, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഡിസെൻഡിങ് വോയിസ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള, നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സെറ്റ് ഓഫ് റൈറ്റ്സിനെ ആർട്ടിക്കിൾ 21 കൊണ്ടുവരുന്നത് ഈ മനേക ഗാന്ധി കേസിന് ശേഷമാണ്. ആൻഡ് മനേക ഗാന്ധി കേസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ വളരെ കൺസൈസ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ സ്ലൈഡിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ഇതിന്റെ നോട്ട്സ് ഞാൻ പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അത് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നമ്മളത് വരുന്ന ക്ലാസ് സെഷൻസിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നമ്മളിതൊരു സീരീസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സെഷൻ ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മൾ ഓരോ കേസസ് ആയിരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യുന്നത്. സോ അടുത്ത ദിവസം നമുക്ക് അടുത്ത സെഷനുമായിട്ട് കാണാം. അതുവരെ നിങ്ങൾക്ക് ഇത് വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഈ പറഞ്ഞതുപോലെ PSCക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് ഇപ്പോൾ ഇത് ഇവോൾവ് ചെയ്തു വരുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഇത് വളരെ ഡ്രൈ ആയിട്ട് തോന്നത്തുമില്ല. നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് വളരെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.